ജൂലൈ 19 വിശുദ്ധ ജുസ്തായും റുഫീനയും. AD 287 രക്തസാക്ഷികളായ സഹോദരിമാർ. സ്പെയിനിലെ സെവിയ്യയിൽ AD 268 ജുസ്തായയുടെ ജനനം. റുഫീന 270 ജനിച്ചു. ഈ സഹോദരിമാർ തങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി മൺപാത്രങ്ങൾ നിർമ്മിച്ച് വിൽക്കുകയായിരുന്നു ചെയ്യുക. അവിടുത്തെ വിജാതീയ ദേവന്മാരുടെയും ദേവതമാരുടെയും പൂജകൾക്ക് ഉപയോഗിക്കുവാനുള്ള പാത്രങ്ങൾ അവർ ആർക്കും വിറ്റിരുന്നില്ല. ഒരിക്കൽ കുപിതരായ വിജാതീയർ ആ വനിതകൾ വിൽക്കാൻ വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം ഉടച്ചു കളഞ്ഞു. ഇതിന് പ്രതികാരമായിട്ട് ഈ സഹോദരിമാർ അവരുടെ ഒരു ദേവിയുടെ വിഗ്രഹം അടിച്ചു തകർത്തു. രോഷം കൊണ്ട വിജാതീയർ ഗവർണറോട് പരാതിപ്പെട്ടു. വീനസ് ദേവതയുടെ രൂപങ്ങൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും വളരെ ക്രൂരമായി അവർ മർദ്ദിക്കപ്പെട്ടു. പിന്നീട് ജയിലിൽ നിന്നും അവർ പ്രീഫെക്റ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കപ്പെട്ടു. അയാൾ ആ സഹോദരിമാരോട് തങ്ങൾ ഏത് ദേവൻ്റെയോ ദേവിയുടെയോ വിഗ്രഹമാണോ നശിപ്പിച്ചത് അതിനു മുമ്പാകെ ബലി ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അതിനവർ സന്നദ്ധരായില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ ഗുരു യേശുക്രിസ്തുവാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. ഉടനെ തന്നെ ആ സഹോദരിമാരെ പീഡനയന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു നീട്ടാനും വയറ് മുള്ളുകൊണ്ട് കീറുവാനും പ്രീഫെക്റ്റ് ഉത്തരവിട്ടു. ബലി സമർപ്പിക്കുവാൻ സന്നദ്ധരാവുകയാണെങ്കിൽ മോചിപ്പിക്കുവാൻ വേണ്ടി ഒരു വിഗ്രഹം പീഡനോപകരണത്തിൻ്റെ അരികെ വെച്ചിരുന്നു. ഈ മർദ്ദനങ്ങൾ കൊണ്ടൊന്നും അവരുടെ വിശ്വാസം ദുർബലമായില്ല. ജൂസ്ത പീഡനയന്ത്രത്തിൽ കിടന്ന് മരിച്ചു. റുഫീനയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാനും 2 പേരുടെ ശരീരവും ദഹിപ്പിക്കുവാനും പ്രീഫെക്റ്റ് ആജ്ഞ നൽകി. ഒരിക്കൽ 1535 സ്പെയിനിൽ നടന്ന വലിയ ഭൂകമ്പത്തിൽ നിന്നും തങ്ങളുടെ ദേവാലയത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ വിശ്വാസികൾ ഈ സഹോദരിമാരെ മാധ്യസ്ഥം തേടുകയും സെവിയ്യയിലെ കത്തീഡ്രൽ ദേവാലയം നശിക്കാതിരിക്കുകയും ചെയ്തു. അതാണ് അവരുടെ ചിത്രങ്ങളിൽ രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളമായിട്ട് ഓലയും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് മൺപാത്രങ്ങളും അതോടൊപ്പം കൈകളിലേന്തിയിരിക്കുന്ന സെവിയ്യയിലെ കത്തീഡ്രൽ ദേവാലയവും കാണപ്പെടുന്നത്. വചനം 2 കൊറിന്തോസ് 6:18 ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. വിചിന്തനം. സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ടെന്നും അവിടെ എനിക്കൊരു ഭവനമുണ്ടെന്നും കർത്താവായ യേശുക്രിസ്തു എൻ്റെ സ്നേഹവും രക്ഷയും സമാധാനവുമാണെന്ന് തിരിച്ചറിയുന്ന ഏതൊരു വ്യക്തിയും ഈ ഭൂമിയിൽ എത്ര വലിയ സഹനങ്ങൾ വന്നാലും അതിനെ അഭിമുഖീകരിക്കുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്യും. ഏത് സഹനത്തെയും പുഞ്ചിരിയോടെ നേരിടുവാൻ സാധിക്കുന്നുവെങ്കിൽ അവർ യേശുവിനെ അത്രത്തോളം തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. ഈ ഭൂമിയിലെ നിമിഷാർത്ഥത്തേക്കുള്ള വേദനകളെ അവർ വില കൽപ്പിക്കുന്നില്ല. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളിൽ നമുക്ക് ഈ സഹോദരിമാരുടെ സഹനത്തെ നോക്കിക്കാണാം. അതേപോലെ വിശുദ്ധ ജുസ്തായുടെയും വിശുദ്ധ റുഫീനയുടെയും മാധ്യസ്ഥവും നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തെ സ്നേഹിക്കാതെ ഒരു നിമിഷം ഞാൻ ജീവിക്കുകയില്ല. സ്നേഹിക്കുന്നവൻ സഹിക്കുന്നില്ല, അഥവാ സഹിക്കുന്നെങ്കിൽ ആ സഹനത്തെ സ്നേഹിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ.